സജിമോൻ ആന്റണി, ഇന്ത്യയിൽ ഏതായാലും ഇത് വലിയൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. BJP ആണ് ഈ വിഷയം എടുത്തിട്ടത്. അതിൽ തന്നെ ട്രംപിന്റെ ഒരു വാചകമാണ് അത് BJPക്ക് അത് ഗുണകരമായി മാറിയത്, ആയുധമായത്. ഐ ഗസ് ദേ വെർ ട്രൈങ് ടു ഗെറ്റ് സംബഡി എൽസ് ഇലക്റ്റഡ്, വി ഹാവ് ഗോ ടു ടെൽ ദ ഇന്ത്യൻ ഗവൺമെന്റ് എന്നാണ്. അത് മറ്റൊരാളെ തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഈ പണം ഉപയോഗിച്ചോ എന്നുള്ള സംശയമാണല്ലോ ട്രംപ് പ്രകടിപ്പിച്ചത്. എന്താണ് ഇതിലൊക്കെയുള്ള വാസ്തവം? ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ ആയുധമായി ഇന്ത്യയിൽ ഇത് പരസ്പര ആരോപണ പ്രത്യാരോപണങ്ങൾക്കായി ഉപയോഗിക്കുന്നത് വെറുതെയാണോ? മഞ്ജുഷ, എനിക്ക് പെട്ടെന്ന് എന്റെ തലയിൽ വരുന്നത് എലിയെ പിടിക്കാൻ ഇല്ലം ചുടുന്ന ഒരു അവസ്ഥയിലേക്കാണ്, ആ ഒരു പഴഞ്ചൊല്ലിലേക്കാണ് വരുന്നത്. കാരണം ലോകത്തിൽ ഇന്ന് നടക്കുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏകദേശം 40% ചാരിറ്റി പ്രവർത്തനങ്ങളെ ലീഡ് ചെയ്യുന്നത് അമേരിക്ക എന്നൊരു രാജ്യമാണ്. അപ്പം ഏത് രാജ്യം ഏത് സമയത്ത് ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിൽ ഏർപ്പെട്ടാലും അതിനകത്തൊക്കെ ചെറിയ കഷണങ്ങളൊക്കെ ചിലപ്പോൾ വേസ്റ്റ് ആയി പോയെന്നിരിക്കുക, അല്ലെങ്കിൽ കോൺട്രവേഴ്സിയിൽ പറഞ്ഞേക്കാം, അതൊക്കെ സർവ്വസാധാരണമാണ്. എന്നാൽ ഇന്നത്തെ ഈ ഒരു ചർച്ചയുടെ കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ അതിനെ മാറ്റുകയാണ് എങ്കിലും ഇവിടെ 3 കാര്യങ്ങളാണ് എനിക്ക് പെട്ടെന്ന് പറയാനുള്ളത്. ഒന്ന്, ഞങ്ങളുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വളരെ ശക്തനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്നാൽ അദ്ദേഹം പറയുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതേപോലെ വിഴുങ്ങാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹത്തിന് ഒരു ഹാബിറ്റ് ഉണ്ട്, എക്സാഗറേറ്റ് ചെയ്ത് പറയുന്ന കാര്യങ്ങളും പലപ്പോഴും മിസ്സ്റ്റേറ്റ്മെന്റ് ചെയ്യുന്ന കാര്യം. പല പ്രസംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ശേഷം മീഡിയകൾ അതിനെ ഫാക്ട് ചെക്ക് ചെയ്ത് കഴിയുമ്പം അതിനകത്ത് വസ്തുതയ്ക്ക് നിരക്കാത്ത ചില കാര്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം ഒരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സെന്റൻസും നമ്മൾ അതേപടി വിഴുങ്ങിയാൽ അത് ഇവിടുത്തെ ഒരു കോണ്ടെസ്റ്റിൽ പറഞ്ഞൊരു കാര്യമാണ്. ഇവിടെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ CPAC സമ്മേളനത്തിൽ, കാരണം ആ പാർട്ടിയുടെ അണികളെ ഉത്തേജിപ്പിക്കാനായിട്ട് ആ സമയത്ത് സംസാരിക്കുന്ന ഒരു 10 മിനിറ്റ് 1 മണിക്കൂർ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ 1 മണിക്കൂറിൽ 55 മിനിറ്റും ബൈഡൻ അഡ്മിനിസ്ട്രേഷനെ അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഒപ്പോണന്റ് ആയിട്ടുള്ള ഡെമോക്രാറ്റിക് പാർട്ടിയെ താറടിക്കാനും അല്ലെങ്കിൽ അവരെ ഡിമീൻ ചെയ്യാനുമുള്ള ഒരു സ്റ്റൈലിലായിരിക്കും ആ ഒരു പ്രസംഗം എന്നുള്ള ഒരു എക്സ്പെക്റ്റഡ് ആണത്. എന്നാൽ ഞാൻ ഇതിനെ ട്രംപിന്റെ വാചകത്തെ ഒരു പരിധിയിൽ കൂടുതൽ അണ്ടർമൈൻ ചെയ്യുന്നുമില്ല. അതിന്റെ റീസൺ ഓൾറെഡി ശ്രീജിത്ത് പറഞ്ഞു കഴിഞ്ഞു. 1951 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ പ്രസിഡന്റ് ഹാരി ട്രൂമനാണ് ഈ USAID ഫണ്ട് ക്രിയേറ്റ് ചെയ്തത്. ലോകത്തിലുള്ള ഡെമോക്രസിയെ സംരക്ഷിക്കാനും അല്ലെങ്കിൽ എവിടെയൊക്കെ ഡെമോക്രസിയെ കൊണ്ടുവരുവാനുമുള്ള ഒരു ടൂളായിട്ടും അതോടൊപ്പം ലോകത്തിലുള്ള റിയൽ പ്രശ്നങ്ങൾ, ലോകത്തിന്റെ റിയൽ പ്രശ്നം എന്താണ്? ദാരിദ്ര്യം, ഭക്ഷണത്തിന് വേണ്ടിയിട്ടും കുടിവെള്ളത്തിന് വേണ്ടിയിട്ടും സ്ത്രീകളുടെ ആരോഗ്യത്തിന് വേണ്ടി, കുട്ടികളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അങ്ങനെയുള്ള ജെന്യൂൺ റീസണിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ഫണ്ടാണ് USAID എന്ന് പറയുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞത്, എലിയെ കൊല്ലാനായിട്ട് ഇല്ലം ചുടുന്ന ഒരു അവസ്ഥയിലേക്ക് ഇത് പോകുന്ന ആ ഡയറക്ഷനിലേക്ക് പോകരുത് എന്ന് പറയുന്നത്. രണ്ടാമത് എനിക്കൊരു ആംഗിൾ എനിക്ക് പറയാനുള്ളത്, മൂന്നാമതൊരു ആംഗിൾ എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത് ഈ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞു. ഇൻഫ്ലുവൻസ് എന്ന് പറയുകയാണെങ്കിൽ റിയൽ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഇലക്ഷൻ അത് ഇവിടുന്ന് ഡൊണാൾഡ് ട്രംപ് പ്രൈം മിനിസ്റ്റർ മോദിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചായിരുന്നു. ദാറ്റ്സ് എ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ടു, റൈറ്റ്? അല്ലെങ്കിൽ തിരിച്ച് പ്രൈം മിനിസ്റ്റർ മോദി ഡൊണാൾഡ് ട്രംപിന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തിരുന്നു, റൈറ്റ്? അപ്പൊ എന്റെ ഒരു ഇൻഡിപെൻഡന്റ് തോട്ട് ഇതാണ്, ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ഇൻഫ്ലുവൻസോ സപ്പോർട്ടോ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഇപ്പൊ ഈ ഡൊണാൾഡ് ട്രംപ് ഈസ് പ്രൊമോട്ടിംഗ് പ്രൈം മിനിസ്റ്റർ മോദി, ദേ മേ ഹാവ് എ പേഴ്സണൽ റിലേഷൻ ഓർ യുവർ പേഴ്സണൽ ഇൻഫ്ലുവൻസ്, നത്തിങ് റോങ് ഇൻ ദാറ്റ് ആൻഡ് വൈസ് വേഴ്സ ടു. ഓക്കെ, എനിക്ക് തോന്നുന്നത് ഈ ഒരു സബ്ജക്ട് ഇപ്പം BJP വളരെ സ്ട്രോങ് ആയിട്ട് പാർലമെന്റിലേക്ക് കൊണ്ടുവരാനുള്ള റീസൺ ഇപ്പം നടക്കുന്ന റിയൽ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലീഗൽ മൈഗ്രൻസിന്റെ ഇഷ്യൂസ് ആണ്. ആ ഇല്ലീഗൽ ഇമിഗ്രൻസ് ഒരു പ്ലെയിൻ വന്നു, രണ്ടാമത്തെ പ്ലെയിൻ വന്നു, അതിനുശേഷം പ്രൈം മിനിസ്റ്റർ മോദിയുടെ വിസിറ്റ് ഇവിടെ വന്നു, എല്ലാവരും പ്രതീക്ഷിച്ചു ഇനി ചങ്ങലയിടാതെ വരുമെന്നൊക്കെ ചില എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, മിലിറ്ററി പ്ലെയിൻ വരിക എന്നുള്ള എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. അതൊന്നും നടന്നില്ല. അപ്പം ആക്ച്വലി ഭരിക്കുന്ന കക്ഷിയായ BJPക്ക് ഒരു റീസൺസ് വേണമായിരുന്നു. അപ്പൊ അവരിത് കേട്ടപാടെ കയറി ചാടി പിടിച്ചു. എന്തുമാത്രം വസ്തുതയുണ്ട് എന്ന് പല ഇന്ത്യൻ എക്സ്പ്രസും പല മീഡിയകളും അവിടെ ഇരുന്ന് അതിനെയൊക്കെ ഡിബേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ഫാക്ടറോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലുള്ള മാധ്യമ പ്രവർത്തകർ പലരും ആ ഒരു ട്രൂത്തിന്റെ കാര്യത്തിൽ വളരെ പുറകിലാണ്. ഞാൻ ഇവിടെ ഈ ബംഗ്ലാദേശിന്റെ കാര്യം വരുന്നുണ്ട്. ബംഗ്ലാദേശിനുള്ള കാര്യം തെറ്റായി പറഞ്ഞതാണോ, ഇന്ത്യ എന്ന് തെറ്റായി പറഞ്ഞതാണോ ട്രംപ്? അങ്ങനെ ഒരു വാദം താങ്കൾക്ക് തോന്നുന്നുണ്ടോ അത് അംഗീകരിക്കാൻ പറ്റുന്നതാണെന്ന്? മഞ്ജുഷ, മീഡിയ വൃത്തങ്ങളെ ഉദ്ധരിക്കുകയാണെങ്കിൽ ഒരു പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇതിനകത്തുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു സംസാരം വരുന്നത് ഈ 21 മില്യൺ പോയത് ബംഗ്ലാദേശിന്റെ, എനിക്ക് തോന്നുന്നത് ധാക്കയിലുള്ള ഐ തിങ്ക് നാഗരിക് പ്രോജക്ട് എന്നൊരു പ്രൊജക്ടിലേക്കാണ് ഈ 21 മില്യൺ പോയി എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഒന്ന് പറയുന്നത്. അതോടൊപ്പം വേറെ സ്റ്റേറ്റ്മെന്റുകൾ വരുന്നത് ഇന്ത്യക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇന്ത്യക്ക് കൊടുത്തു അതിനുശേഷം ട്രംപ് പറയുന്നുണ്ടല്ലോ. മനുഷ്യ കേട്ടില്ല പറഞ്ഞേ, ബംഗ്ലാദേശിന്റെ 29 മില്യന്റെ കാര്യം ഈ പ്രസംഗത്തിൽ ഈ ഇന്ത്യയുടെ ഭാഗം പറഞ്ഞതിന് ശേഷം പറയുന്നുണ്ടല്ലോ ട്രംപ്.
അത് ശ്രീജിത്തോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഇത് കംപ്ലീറ്റ്ലി മിസ്ഗൈഡഡ് ആണ്, അല്ലെങ്കിൽ അതിനകത്തൊരു ക്ലാരിറ്റിയുടെ കുറവുണ്ട് എന്നുള്ള കാര്യം സംശയമില്ല. എന്നാൽ എനിക്ക് തോന്നുന്നത് അവിടെ ഭരിക്കുന്ന കക്ഷി ഇപ്പൊ BJP ഗവൺമെന്റ് ആണ്. ആ ഗവൺമെന്റിന്റെ അറിവില്ലാതെ എങ്ങനെയായാലും 21 മില്യൺ വരത്തില്ല. ആർക്ക് പോയെന്ന് അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മളെക്കാളും കൂടുതലായിട്ട് അവർക്ക് ആധികാരികമായിട്ട് അതിനെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഈ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മണി ഫ്ലോ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ഇന്ത്യൻ പൊളിറ്റിക്സിൽ കേൾക്കുന്നതാണ്. ഇന്ത്യയുടെ പൈസ കൊടുത്ത് അട്ടിമറിക്കുന്നു, അല്ലെ പുറത്തുനിന്നുള്ള ശക്തികൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ള സംസാരങ്ങൾ ഇരു കക്ഷികളും അങ്ങോട്ടും ഇങ്ങോട്ടും അതത് സമയത്ത് അവരവരുടെ അഡ്വാൻറ്റേജിന് വേണ്ടിയിട്ട് പ്രയോഗിക്കുന്ന ഒരു പദമാണ്. ഒരു പുതുമയായിട്ടുള്ള ഒരു കാര്യമല്ല. ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അതിനകത്ത് അലിഗേഷൻസ് വരും. ID അത് അട്ടിമറിയായിരുന്നു, അതിനകത്ത് ഫ്രോഡ് നടന്നു, പുറത്തുനിന്നുള്ള ശക്തിയുടെ ഇൻഫ്ലുവൻസ് വന്നു, അവിടെ നിന്നുള്ള മണി വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരു പുതുമ തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഇൻ റിയാലിറ്റിയിൽ ഈ ഒരു കൺഫ്യൂഷനെ ഇരു പാർട്ടികളും മുതലെടുക്കാൻ നോക്കുന്നു. ഇല്ലീഗൽ ഇമിഗ്രേഷന്റെ കാര്യത്തിൽ കോൺഗ്രസ് മുതലെടുക്കാൻ നോക്കുന്നു ഒരു സൈഡിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഈ ഒരു സബ്ജക്റ്റിനകത്ത് BJP ഗവൺമെന്റ് മുതലെടുക്കാൻ നോക്കുന്നു, കോൺഗ്രസിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങൽ ഏൽപ്പിക്കാൻ. ശരിയാണ്, അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നുണ്ടല്ലോ ശ്രീ